കാലഘട്ടത്തിന് ചേർന്ന മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുമെന്ന് സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ. സിറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ 32ാമത് മെത്രാൻ സിനഡിൻ്റെ ആദ്യ സമ്മേളനം സഭാ കാര്യാലയമായ മൗണ്ട് സെൻറ്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കുന്ന പുതിയ നേതൃത്വമുണ്ടാകാൻ ദൈവം തുണയ്ക്കട്ടെ എന്ന് മാർ വാണിയപുരയ്ക്കൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പെരുന്നേടം പിതാവ് നൽകിയ ധ്യാന ചിന്തകളോടെയാണ് സിനഡ് സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ സിനഡ് പിതാക്കന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. ദിവസം മുഴുവൻ പ്രാർത്ഥനയിലും ധ്യാനത്തിലും പിതാക്കന്മാർ ചെലവഴിച്ചു. ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും അജപാലന ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചവരുമായ 55 പിതാക്കന്മാരാണ് സിനഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 80 വയസ്സിൽ താഴെയുള്ളവർക്കാണ് വോട്ടവകാശമുള്ളത്. രണ്ടാം ദിനമായ ഇന്നു മുതൽ വോട്ടെടുപ്പ് തുടങ്ങും. ഒരാൾക്ക് മുന്നിൽ 2 ഭൂരിപക്ഷം കിട്ടുന്നതിന് 5 തവണ വരെ വോട്ടെടുപ്പ് നടക്കും. ഏതെങ്കിലും തവണ 3/2 ഭൂരിപക്ഷം കിട്ടിയാൽ വോട്ടെടുപ്പ് പ്രക്രിയ അവസാനിക്കും. 5 തവണയും ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ 2 തവണ വരെ കേവല ഭൂരിപക്ഷത്തിനായി വോട്ടെടുപ്പ് നടത്തും. 7 റൗണ്ടുകളിലും തീരുമാനമായില്ലെങ്കിൽ 7ാം റൗണ്ടിൽ കൂടുതൽ വോട്ട് കിട്ടിയ 2 പേരെ സ്ഥാനാർത്ഥികളാക്കി വോട്ടിടും. ഇതിൽ കേവല ഭൂരിപക്ഷം കിട്ടുന്നയാളെ തിരഞ്ഞെടുക്കും. സമനില വന്നാൽ ഇവരിൽ ആദ്യം മെത്രാനായ വ്യക്തിയെ മേജർ ആർച്ച് ബിഷപ്പായി നിശ്ചയിക്കും. തുടർന്ന് മാർപ്പാപ്പയുടെ സ്ഥിരീകരണത്തിന് സമർപ്പിക്കും. മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും.